യോഹന്നാൻ്റെ സുവിശേഷം 1 അവിടെ നമ്മൾ യേശുവിനെക്കുറിച്ച് ഒരു പ്രത്യേക പദപ്രയോഗം പറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിതാവിൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന് എൻ്റെ യൗവനത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വെളിച്ചമെന്നാണ്. പഴയ നിയമത്തിൽ മോശ ദൈവത്തിൻ്റെ തേജസ് കണ്ടെന്ന് പറയുന്നു. യെശയ്യാവ് ആ തേജസ് കണ്ടു. ഞാൻ വിചാരിച്ചു തേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അന്ധനാക്കുന്ന വലിയൊരു വെളിച്ചമാണെന്ന്. അല്ലെങ്കിൽ ശിഷ്യന്മാർ ആ മറുരൂപ മലയിൽ വെച്ച് യേശുവിൻ്റെ തേജസ് കണ്ടു. യേശുവിൻ്റെ മുഖത്തുള്ള ആ തേജസ് അതൊരു വലിയ പ്രകാശമായിരുന്നു. പഴയ നിയമത്തിൽ ദൈവ തേജസ്സിനെക്കുറിച്ച് അവരറിയുന്ന അങ്ങനായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവ തേജസ്സിനെ പറ്റി നാം മനസ്സിലാക്കുന്ന എന്താണ്? പുതിയ നിയമത്തിൽ നാം ശിശുക്കളല്ല, മുതിർന്നവരാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ദൈവം അവരെ ശിശുക്കളായിട്ടാണ് കണ്ടത്. എന്നാൽ നാം മുതിർന്ന മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം അവൻ നമുക്കിന്ന് തന്നിട്ടുണ്ട്. ഈ മുതിർന്ന മക്കൾക്ക് ശിശുക്കളെക്കാൾ അധികം ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ തേജസ്സിനെ നിങ്ങളെങ്ങനെയാണ് അറിയുന്നത്? ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ തേജസ്സിനെ പറ്റി നിനക്ക് എന്നോട് വിവരിക്കാമോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് എങ്ങനെയാണ് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ശരി, അതിൻ്റെ ഉത്തരവിടുണ്ട്. യോഹന്നാൻ 1:14. എങ്ങനെയാണ് യേശു പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത്? അതാണ് എൻ്റെ മാതൃക. എപ്പോഴെങ്കിലും ഒരു വാക്യം ദൈവവചനത്തിൽ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിങ്ങൾക്കറിയാത്തൊരു വാക്ക്, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല, ഞാൻ ചെയ്യുന്നത്, ഞാൻ ആ പുസ്തകം മടക്കി വെച്ച് ഞാനൊരു ഡിക്ഷണറി എടുക്കും. എനിക്കറിയാത്ത ഒരു വാചകം ഞാൻ പത്രത്തിൽ വായിച്ചു, ഞാനത് വെച്ചിട്ട് ഒരു ഡിക്ഷണറി എടുക്കും. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. ആ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ഇങ്ങനെ പല വാചകങ്ങളുടെ അർത്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ പുസ്തകം മടക്കി, അല്ലെങ്കിൽ ആ പത്രം, അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യം, ഒരു ഡിക്ഷണറി എടുത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കും. ഇങ്ങനെ അതിൻ്റെ അർത്ഥം പഠിക്കുന്നില്ലെങ്കിൽ അവർക്കൊരിക്കലും അവരുടെ ഇംഗ്ലീഷ് നന്നാക്കാൻ കഴിയില്ല. 25 പ്രാവശ്യം ആ വാചകം കേട്ടാലും അതിൻ്റെ അർത്ഥം അവർക്കറിയില്ല. ഇങ്ങനെ തന്നെയാണ് ദൈവവചനവും. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു വാക്യം വായിക്കുമ്പോൾ ആ വാക്യത്തെപ്പറ്റി എനിക്ക് മുമ്പ് പരിചയമില്ലെങ്കിൽ ഞാൻ ബൈബിൾ തുറന്നത് നോക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അനേകർക്ക് ഈ ദൈവവചനം അത്ര സുപരിചിതമല്ല. കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും അവർ ദൈവവചനം കൊണ്ടുവരാറില്ല. ശരിയാണ്, അവരുടെ മൊബൈലിൽ അതുണ്ട്. എന്നാൽ കുറഞ്ഞ പക്ഷം ആ വാക്യം അവർ നോക്കണം. അവർക്കറിയാത്ത ഒരു വാക്യം വരുമ്പം ദൈവവചനം തുറന്നത് എവിടെയാണെന്ന് നോക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു. അത് യേശു ഒരു മനുഷ്യരായി വന്നതാണ്. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. നിങ്ങൾ കണ്ടോ അത്? എന്നാൽ യെശയ്യാവ് കണ്ടതുപോലെ അതൊരു വലിയ വെളിച്ചമല്ല. പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ തേജസ്സിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുപോലെ തന്നെ കൃപയും സത്യവും നിറഞ്ഞത് നമ്മുടെ 2 കാലുകൾ പോലെ. യേശുവിൽ കൃപയും സത്യവും നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ആ സന്തുലിതമായ അവസ്ഥ. കൃപയേക്കാൾ കൂടുതൽ സത്യമായിരുന്നില്ല, സത്യത്തേക്കാൾ കൂടുതൽ കൃപയുമായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വളർച്ച ഉണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ 3 നമുക്ക് കാണാം. നമുക്ക് 4:6 ആദ്യം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1 മുമ്പിലുള്ളൊരു വാക്യമാണിത്. ഇവിടെ അവൻ ഉൽപ്പത്തി പുസ്തകം 1 1-2 വാക്യങ്ങൾ അതിനെപ്പറ്റി വിവരിക്കുകയാണ്. ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. പാഴായിത്തീർന്ന ലോകത്തെ ദൈവം പുനർസൃഷ്ടിക്കുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ. പാഴായിത്തീർന്ന നമ്മുടെ ജീവിതത്തെയും പുനഃസൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. 6 വാക്യത്തിൽ അതേപ്പറ്റിയാണ് പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം അവൻ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നത്. ഒരിക്കൽ അവൻ പറഞ്ഞ അതേ കാര്യമാണ് വെളിച്ചമുണ്ടാകട്ടെ. നീ വീണ്ടും ജനിച്ച ദിവസം, ആ ദിവസമാണ് ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ. എന്താണ് ആ വെളിച്ചം? ആ വെളിച്ചം ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനമാണ്. ക്രിസ്തുവിൻ്റെ മുഖത്ത് തിളങ്ങിയ തേജസ് എന്താണ്? കൃപയും സത്യവും. അതുകൊണ്ട് ഭാവിയിൽ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ദൈവ തേജസ്സിനെ പറ്റി നിങ്ങൾ വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ അതൊരു വലിയ വെളിച്ചമായിരുന്നു.
പുതിയ നിയമത്തിൽ അതെപ്പോഴും യോഹന്നാൻ 1:14 ബന്ധപ്പെട്ടാണ് പറയുന്നത്. യേശുവിൻ്റെ മുഖത്ത് വിളങ്ങിയത് കൃപയും സത്യവുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പം, ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതറിയാമായിരുന്നു ഈ ദൈവ തേജസ് കൃപയും സത്യവുമാണെന്ന്? കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ നിങ്ങളത് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ആ തേജസ്സിൻ്റെ പരിജ്ഞാനം എൻ്റെ ഹൃദയത്തിൽ ഇപ്പം പ്രകാശിച്ചിരിക്കുകയാണ്. എനിക്കത് മനസ്സിലായി. മുമ്പ് ഞാൻ ചിന്തിച്ചു അതൊരു വലിയ വെളിച്ചമായിരിക്കുമെന്ന്. അല്ല, അതൊരു വെളിച്ചമല്ല. ഞാൻ പുതിയ നിമിത്തമാണ് ജീവിക്കുന്നത്. അത് കൃപയും സത്യവും ഒരുപോലെ കാണപ്പെടുന്നതാണ്. ഞാനൊരു മുടന്തനെ പോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് കൂടുതൽ കൃപയോ കരുണയോ ഉള്ളവനായിട്ടല്ല, തുല്യമായി കൃപയും സത്യവും ഉള്ളവനായിട്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു കാല് മറ്റേ കാല് പോലെ വളരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വളരെ ദുഃഖം തോന്നും. രാവും പകലും നിങ്ങൾ അതേക്കുറിച്ച് വിചാരമുള്ളവനായിരിക്കും. ദൈവവചനം പറയുന്നത് നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണമെന്നാണ്. നമ്മെ തന്നെ ശോധന ചെയ്യണം. ഞാൻ എന്താണ് എന്നെപ്പറ്റി ശോധന ചെയ്യേണ്ടത്? എൻ്റെ ഉപദേശം ശരിയാണെന്ന് മാത്രമല്ല, അത് പ്രധാനപ്പെട്ടതാണ്. എൻ്റെ കൃപയുടെ കാലിന് തുല്യമായൊരു സത്യത്തിൻ്റെ കാലും എനിക്കുണ്ടോയെന്ന് ഞാൻ ശോധന ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തൊരു തുല്യത ഉണ്ടായിരിക്കണം. സന്തുലിതമായാണോ എൻ്റെ വളർച്ചയെന്ന് ഞാൻ ശോധന ചെയ്യണം. ഇത് നമ്മുടെ സഭാജീവിതത്തിലും സത്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചില ആളുകളെ അവരുടെ ശുശ്രൂഷ അത് സാധുക്കളെ സഹായിക്കുന്നതോ തെരുവിലുള്ള സാധുക്കളെ ശുശ്രൂഷിക്കുന്ന പോലുള്ള കാര്യമായിരിക്കും. എൻ്റെ വിളി അതല്ല. എന്നാൽ അവരുമായിട്ട് എനിക്കൊരു മത്സരമില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ വിട്ടുകളയുന്നില്ല. അങ്ങനെയുള്ള ആ ശുശ്രൂഷ ചെയ്യുന്ന മദർ തെരേസയെ പോലെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നോബൽസ് പ്രൈസും മറ്റും കിട്ടിയെന്ന് വരും. അതുപോലെ ഇന്ത്യയിലുള്ള പല അവാർഡുകളും. അങ്ങനെ ലോകം അവരെ മാനിച്ചെന്ന് വരും. നമ്മൾ ചെയ്യുന്ന പോലുള്ള ശുശ്രൂഷയ്ക്ക്, ക്രിസ്തുവിൻ്റെ സഭ പണിയുന്നതിന് നോബൽ പ്രൈസ് ഒന്നും കിട്ടത്തില്ല. ഈ സത്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പഴിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മത്സരത്തിലല്ല. ദൈവത്തിന് സ്തോത്രം. അവരൊരു വലിയ ശുശ്രൂഷ ചെയ്യുന്നു, അവരെ ലോകം ബഹുമാനിക്കട്ടെ. ഞാനത് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം എൻ്റെ വിളി അതല്ല. ഈ കാര്യം സഭയുടെ ഉള്ളിലും സത്യമാണ്. ഇങ്ങനെ ചിന്തിക്കരുത്, പഠിപ്പിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നതുപോലെ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ മറ്റൊരു കാര്യത്തിലായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളെപ്പോലെ ആകാൻ കഴിയില്ല. എന്നെപ്പോലെ നിങ്ങൾക്ക് ആകാൻ കഴിയാത്തതുപോലെ. അതുകൊണ്ട് ഈ കൃപയും സത്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നാം എന്താണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള സമതുലിതാവസ്ഥയും നാം എന്താണെന്ന് അറിയണം. ഈ ശരീരത്തിൽ പല ശുശ്രൂഷകളുണ്ട്. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഉണ്ട്. ഏതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്? ഞാൻ പറയും രണ്ടും പ്രധാനപ്പെട്ടതാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും എല്ലാം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഈ വാക്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ആത്മാവിൻ്റെ 9 ഫലങ്ങളെപ്പറ്റി. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന ബഹുവചനമല്ല അവിടെ പറയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങളെന്നല്ല അവിടെ പറയുന്നു. ആത്മാവിൻ്റെ ഫലം അതൊരൊറ്റ ഫലമാണ്. അത് നിങ്ങൾ തുറന്നാൽ അതിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എല്ലാം ഉണ്ട്. എൻ്റെ പ്രിയ കൂട്ട് വിശ്വാസികളെ, ഞാൻ നിങ്ങളോട് എല്ലാവരും ഉത്സാഹിപ്പിക്കുകയാണ്. ഈ 9 ഗുണങ്ങളുമുള്ള ആ ഫലം നിങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ, ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ എങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുക. അത് ഇതുപോലെയാണ്. നിങ്ങളുടെ കുഞ്ഞിന് പഠിക്കാൻ 9 സബ്ജക്റ്റുകളുണ്ട്. എന്നാൽ 2-3 സബ്ജക്റ്റിൽ ആ കുഞ്ഞ് പഠിക്കാൻ മോശമാണ്. ആ 3 വിഷയങ്ങൾക്ക് നിങ്ങൾ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും. മറ്റ്6 വിഷയങ്ങളിലും അവൻ മിടുക്കനാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. തുടർച്ചയായി നിങ്ങൾ ഗലാത്യലേഖനം 5-ലെ ഈ വാക്യം വായിക്കുക. പറയുക, കർത്താവേ, എൻ്റെ സിലബസിൽ എനിക്ക് 9 വിഷയങ്ങളുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നിങ്ങളെല്ലാവരും
സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ചെറുപ്പക്കാർ ഇപ്പം തന്നെ തുടങ്ങുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് വിഷയത്തിലാണ് ഞാൻ മോശം? ആ വിഷയത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനർത്ഥം പരിശുദ്ധാത്മാവിനോട്, അവനാണ് നമ്മുടെ ടീച്ചർ, അവനോട് പറയുക, കർത്താവ്, ഈ കാര്യത്തിൽ എനിക്ക് നിൻ്റെ സഹായം വേണം. അവൻ വന്ന് നിങ്ങളെ സഹായിക്കും. എന്താണ് യേശു പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞത്? സഹായി, തുണ. എന്തിലാണ് അവൻ നിങ്ങളെ സഹായിക്കുന്നത്? നിങ്ങൾക്ക് കുറവുള്ള മേഖലയിൽ ഈ സ്പെഷ്യൽ ട്യൂഷൻ പോലെ